നിഴലുകൾക്കും വെളിച്ചമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെ കണ്ട് നാം പലപ്പോഴും തളർന്നു പോകാറില്ലേ? എങ്കിൽ ചിത്രകാരനായ പ്രഭുവിൻ്റെ ഈ കൊച്ചു കഥ നമുക്ക് വേണ്ടിയുള്ളതാണ്. പ്രഭു ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചു. മലനിരകളും സൂര്യോദയവും അവൻ മനോഹരമായി ക്യാൻവാസിൽ പകർത്തി. പക്ഷേ ആ ചിത്രത്തിന് എന്തോ ഒരു കുറവുള്ളതുപോലെ അവന് തോന്നി. രാത്രിയിൽ ഏകാന്തതയിലിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ റൂമിലെ കരണ്ട് പോയി. അവൻ ഒരു മെഴുകുതിരിയെടുത്ത് കത്തിച്ചു വെച്ചു. ഭിത്തിയിൽ തന്നെ വലിയ കറുത്ത നിഴലുകൾ കണ്ടപ്പോൾ പ്രഭു ചെറുന്നനെ ഒന്ന് ഭയപ്പെട്ടു. ഇരുണ്ട നിഴലുകൾക്ക് തൻ്റെ ചിത്രത്തെക്കാൾ വലിപ്പമുണ്ടെന്നവന് ചിന്തിച്ചു. പെട്ടെന്നാണ് അവന് കാര്യം മനസ്സിലായത്. വെളിച്ചമുള്ളിടത്തേ നിഴലുകളുണ്ടാവൂ. നിഴലുകൾക്ക് വലിപ്പം കൂടുന്തോറും നിഴലുകൾ കൂടിക്കൂടി വരും. വെളിച്ചമുള്ളിടത്തേ നിഴലുകളുണ്ടാവൂ. വെളിച്ചമില്ലാഞ്ഞാൽ നിഴലുകൾക്ക് എന്ത് ഭംഗി! അങ്ങനെ അവൻ ആ ചിത്രത്തെ പെട്ടെന്ന് നിഴലുകളും വരകളും കൊടുത്ത് അവൻ ആ ചിത്രത്തെ ഭംഗിയാക്കിയെടുത്തു. മരകൾക്കും ചെടികൾക്കും അതുപോലെ അവൻ എല്ലാ വസ്തുക്കൾക്കും നിഴലുകൾ വരച്ചു. അപ്പോൾ അതിന് ജീവൻ തുടിക്കുന്നതായി തോന്നി. ആ ചിത്രത്തിന് പെട്ടെന്ന് ജീവൻ വെച്ച രൂപമായി. അങ്ങനെ അവന് സന്തോഷമായി. അങ്ങനെയാണ് നമ്മുടെ ജീവിതവും കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്ക് വെളിച്ചം